രണ്ടാമത്തെ ടൈപ്പായിട്ടുള്ള അൾട്രാസോണിക് വൈബ്രേഷൻസ് തിക്നെസ് മെഷർമെൻറ്റ് നമുക്ക് നോക്കാം. ഇതിനകത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാസോണിക് തിക്നെസ് ഗേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ അൾട്രാസോണിക് തിക്നെസ് ഗേജസ് ആണ് അൾട്രാസോണിക് സൗണ്ട് വന്നിട്ട്, അതായത് അൾട്രാസോണിക് വൈബ്രേഷൻസ് വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ വന്നിട്ട് അൾട്രാസോണിക്കിൻ്റെ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൾട്രാസോണിക് സൗണ്ട് വേവ് വന്നിട്ട് സെയിം മീഡിയത്തിൽ കൂടി മാത്രമേ പാസ്ഡ് ആകത്തുള്ളൂ. അതായത് സോളിഡ് ടു ഗ്യാസോ സോളിഡ് ടു ലിക്വിഡോ അല്ലെങ്കിൽ ഗ്യാസ് ടു ലിക്വിഡോ അങ്ങനെ വന്നിട്ട് പാസ്സാകത്തില്ല. അപ്പം നമ്മൾ ഒരു തിക്നെസ് വന്നിട്ട് മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ലിക്വിഡ് ഉണ്ട്, ഒരു ടാങ്കിൻ്റെ തിക്നെസ് വന്നിട്ട് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ടാങ്കിൻ്റെ തൊട്ട് മേലിൽ തന്നെ എന്ത് ചെയ്യണം, മുട്ടിച്ച് വന്നിട്ട് കോൺടാക്റ്റിൽ വെക്കണം. അപ്പോൾ എന്താവും പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാസോണിക് വേവ്സ് വന്നിട്ട് എന്ത് ചെയ്യും, ഇതിനകത്ത് ട്രാൻസ്മിറ്റർ ഉണ്ടാകും, ഒരു റിസീവറും കൂടി ഉണ്ടാകും. അപ്പോൾ ഈ അൾട്രാസോണിക് ട്രാൻസ്ഡ്യൂസർ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓസിലേഷൻസ് കൊടുക്കുമ്പോഴത്തേക്കും ഒരു അൾട്രാസോണിക് സൗണ്ട് വേവ് വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ അൾട്രാസോണിക് സൗണ്ട് വേവ്സ് വന്നിട്ട് നമ്മളുടെ ടെസ്റ്റ് പീസിൽ കൂടി പാസ്ഡ് ആകും. ടെസ്റ്റ് പീസിൽ കൂടി പാസ്ഡ് ആയിട്ട് നമുക്ക് അതായത് റിഫ്ലക്റ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്നതായിരിക്കും. അതാണ് ഈ പടത്തിൽ വന്നിട്ട് കാണിച്ചിരിക്കുന്നത്. നമ്മളുടെ ടെസ്റ്റ് പീസ് ഉണ്ട്, ടെസ്റ്റ് പീസിൻ്റെ തൊട്ട് മേലിൽ തന്നെ അൾട്രാസോണിക് ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ ഉണ്ടാകും. ഈ അൾട്രാസോണിക് സൗണ്ട് വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഒരു വേരിയബിൾ ഫ്രീക്വൻസി ഓസിലേറ്റർ വന്നിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ വേരിയബിൾ ഫ്രീക്വൻസി ഓസിലേറ്റർ വന്നിട്ട് ഓണാക്കുമ്പോഴത്തേക്കും പീസോ ഇലക്ട്രിക് മെറ്റീരിയലാണ് ഇത്. പീസോ ഇലക്ട്രിക് മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സം വോൾട്ടേജസോ അല്ലെങ്കിൽ അൾട്രാസോണിക്സ് ഇതോ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും വേരിയബിൾ ഫ്രീക്വൻസി വന്നിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിൽ വന്നിട്ട് അതിൻ്റെ സ്ട്രക്ചറിൽ ഡീഫോർമേഷൻ സംഭവിക്കും. അങ്ങനെ അതിൻ്റെ സ്ട്രക്ചറിൽ വന്നിട്ട് ഡീഫോർമേഷൻ സംഭവിക്കുമ്പോഴത്തേക്കും അതിൽ വന്നിട്ട് ഒരു അൾട്രാസോണിക് വേവ് ഫോം വന്നിട്ട് നമുക്ക് പ്രൊഡ്യൂസ്ഡ് ആകുന്നത് പോലെയൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെയാണ് അൾട്രാസോണിക് ട്രാൻസ്ഡ്യൂസർ വന്നിട്ട് അൾട്രാസോണിക് വേവ്സ് ഫോംസ് വന്നിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പീസോ ഇലക്ട്രിക് ട്രാൻസ്മിറ്ററിൽ നിന്ന് പ്രൊഡ്യൂസ്ഡ് ആകുന്ന അൾട്രാസോണിക് സൗണ്ട് വേവ് വന്നിട്ട് നമ്മുടെ ടെസ്റ്റ് പീസിൽ കൂടി ഇങ്ങനെ ട്രാൻസ്ഫർ ആയിട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും അത് ഒരേ തിക്നെസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, പല പല പ്ലേസുകളായിട്ട് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും സെയിം ഫ്രീക്വൻസിയിലായിരിക്കും പുറത്തേക്ക് വരുന്നത്. ഇത് തിക്നെസ് വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കണത് എന്ന് പറയുമ്പോൾ ഇവിടെ പെട്ട് റിട്ടേൺ വരുമ്പോഴത്തേക്കും ഒരു തിക്നെസ് ഉണ്ടാകും. ഇവിടെ അൾട്രാസോണിക് പെട്ടിട്ട് റിട്ടേൺ വരുമ്പോഴത്തേക്കും വേറെ ഡിഫറൻസ് ആയിരിക്കും, ഇവിടെ പെട്ട് വരുമ്പോഴത്തേക്കും വേറെ ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തിക്നെസ് വന്നിട്ട് വേരിയേഷൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇത് ഒരേപോലെ തിക്നെസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ പല സ്ഥലത്തും നമ്മൾ അൾട്രാസോണിക് വേവ്സ് വന്നിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാലും റിട്ടേൺ ആകുന്നത് സെയിം ഫ്രീക്വൻസിയിലായിരിക്കും റിട്ടേൺ ആകുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ തിക്നെസ് വന്നിട്ട് മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ അൾട്രാസോണിക് വേവ്സ് വന്നിട്ട് പല ടൈപ്പിൽ വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിൽ ഒരു 3 ടൈപ്പിൻ്റെ ഹെഡിങ് മാത്രമുണ്ട്. ആ ഹെഡിങ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതായത് മാഗ്നറ്റോസ്ട്രിക്റ്റീവ് ടൈപ്പ് അൾട്രാസോണിക് ഗേജസ് ഉണ്ട്. ഇതും അൾട്രാസോണിക് ട്രാൻസ്ഡ്യൂസർ വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. പൾസ് എക്കോ മെത്തേഡ് ടൈപ്പ് ഉണ്ട്. ഇതും ചെയ്യും, അൾട്രാസോണിക് വേവ്സ് ഫോംസ് വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അടുത്ത 3ാമത്തെ ടൈപ്പാണ് പീസോ ഇലക്ട്രിക് മെത്തേഡ്. ഇതും അൾട്രാസോണിക് വേവ് ഫോംസ് വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ പടത്തിലെ എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നത് ഈ പീസോ ഇലക്ട്രിക് മെത്തേഡ് ടൈപ്പാണ്. ഇതിനകത്ത് നമ്മൾ വന്നിട്ട് ഒരു അൾട്രാസോണിക് ഗേജിൽ നിന്ന് ഒരു വേവ് ഫ്രീക്വൻസി വന്നിട്ട് കണ്ടിന്യൂസ് വേവ് ഫോം ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി വന്നിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് പീസിൽ കൂടി കടത്തി വിടുമ്പോഴേക്കും അതിൽ നിന്ന് റിട്ടേൺ ആകുന്ന ഫ്രീക്വൻസിയും വെലോസിറ്റിയും നമ്മൾ നോക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, തിക്നെസ് വന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആ തിക്നെസ് വന്നിട്ട് ഏതൊക്കെ ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന വെലോസിറ്റി പെർ അതിൽ നിന്ന് കിട്ടുന്ന ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും, വിത്ത് ഹാഫ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് T = 0.5 × V/F എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ.
അതായത് അൾട്രാസോണിക് വേവ് ഫോം മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന ഫ്രീക്വൻസിക്കും റിട്ടേൺ വരുന്ന ഫ്രീക്വൻസിക്കുമുള്ള ഡിഫറൻസ് വന്നിട്ട് നോക്കുമ്പോഴേക്കും ആ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, തിക്നെസ് വന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആ അൾട്രാസോണിക് വേവ് ഫോംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 3 ടൈപ്പാണ്: മാഗ്നറ്റോ റെസ്ട്രിക്റ്റീവ് ടൈപ്പ്, പൾസ് എക്കോ മെത്തേഡ്, പിന്നെ പീസോ ഇലക്ട്രിക് മെത്തേഡ്. ജസ്റ്റ് ആ ഹെഡിങ് മാത്രം എഴുതിയാൽ മതി. പിന്നെ അഡ്വാൻറ്റേജസ് എഴുതണം. അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തിക്നെസ് 2.5 മേലിൽ 2.5 mm തൊട്ട് എന്താണ് 35 സെൻറ്റിമീറ്റർ വരെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് അക്യുറസിയോടെ നമുക്ക് മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വന്നിട്ട് എന്താണ്, അത്രയും എറർ ഒന്നിട്ടും ഉണ്ടാകത്തില്ല ബാക്കിയുള്ള മെത്തേഡ്സുകൾ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും. പിന്നെ ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ് മറ്റ് കപ്പാസിറ്റൻസ് ടൈപ്പിലും LVDT ടൈപ്പിലും ഞാൻ പറഞ്ഞു പേപ്പർ തിക്നെസ്സിൻ്റെ മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റ് പോലെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ മൂവ്മെൻറ്റ്സ് ആകുന്നുണ്ട്, അതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. പക്ഷേ അൾട്രാസോണിക് മെത്തേഡ് വന്നിട്ട് എന്താണ്, മൂവിങ് മെറ്റീരിയൽ വന്നിട്ട് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഒരു പേപ്പറിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കണം, അപ്പോൾ അതിൻ്റെ ആ പേപ്പർ പ്രൊഡക്ഷൻ കമ്പനിയിലാണ് നമ്മൾ ഇരിക്കണം. അപ്പോൾ ഈ പേപ്പറിൻ്റെ തിക്നെസ് വന്നിട്ട് ഒരുപോലെ ഉണ്ടാകും, നമ്മൾ ആ റോൾ വന്നിട്ട് നോക്കണം. അപ്പോൾ അതും പറയുമ്പോൾ എന്താണ്, ആ പേപ്പർ വന്നിട്ട് നമ്മൾ ഒരു കൺവെയർ ബെൽറ്റിൽ കൂടി ഇങ്ങനെ മൂവ്മെൻറ്റ്സ് ചെയ്തിട്ടായിരിക്കില്ല കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ അൾട്രാസോണിക് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എന്താണ്, ഒരു ഫിക്സ്ഡ് പ്ലേസിലുള്ള ഒരു ടെസ്റ്റ് പേസിന് മാത്രമേ തിക്നെസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. മൂവിങ് പാർട്ടായിട്ടുള്ളതിൻ്റെ വന്നിട്ട് തിക്നെസ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അടുത്തത് അൾട്രാസോണിക് ട്രാൻസ്ഡ്യൂസേഴ്സ് വന്നിട്ട് എന്താണ്, ഇത് കോണ്ടാക്റ്റ് ടൈപ്പിൽ ഷ്യൂറായിട്ട് വരുന്നതായിരിക്കണം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താണ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞ അൾട്രാസോണിക് വേവ് ഫോം എന്താണ്, ഡിഫറെൻറ്റ് പാത്തിൽ കൂടി വർക്ക് ആകത്തില്ല. അതായത് എയർ മീഡിയം ആണെങ്കിൽ എയറിൽ തന്നെ ഉള്ള ഇതായിരിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് സോളിഡ് ടു ലിക്വിഡായിട്ട് ഒരു തിക്നെസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതൊന്നും പറ്റത്തില്ല. പിന്നെ അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്താണ്, ഒരു മെറ്റൽ പീസ് ഉണ്ട്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉണ്ട്, സെറാമിക് മെറ്റീരിയൽസ് ഉണ്ട്, വലിയ വലിയ ടാങ്കുകളൊക്കെ ഉണ്ടാകത്തില്ല ഇൻഡസ്ട്രി, അതിൻ്റെയൊക്കെ തിക്നെസ് മെഷർമെൻറ്റ്സ്ക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തഡാണ് അൾട്രാസോണിക് മെത്തേഡ്.